സനീഷേട്ടൻ വീട്ടിലുണ്ടെങ്കിൽ ഫോൺ എടുക്കാതിരിക്കില്ല. ചിലപ്പോ ഡ്രൈവിംഗിലായിരിക്കും. താൻ ഇങ്ങനെ ഒരു വിഡ്ഢി ആവരുത് രചിത. അവൻ വീട്ടിൽ പോകുന്ന ഞാൻ കണ്ടതാ. ഒരുപക്ഷെ അവിടെ വസുതയായിട്ട് സംസാരിച്ചിരിക്കാവും. ഹാപ്പി ബർത്ത്ഡേ അച്ഛാ, ഹാപ്പി ബർത്ത്ഡേ അച്ഛാ. മാനവേ, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ പുറത്തു പോകും. നീ ജയിച്ചു നിൽക്കുകയാണല്ലോടാ. നീ എന്നും ജയിക്കാനായി പിറന്നവനാണ്. തോറ്റ് തീരാൻ വിധിക്കപ്പെട്ടവനായി ഞാനും. ആരാച്ച അയാള്? ഇത്രയും സമയം ഞാൻ പറഞ്ഞു ഒന്നും അനിയത്തിക്കുട്ടിക്ക് മനസ്സിലായില്ലേ? അതായത് നിന്റെ അച്ഛന്റെ ആദ്യ വിവാഹം കഴിഞ്ഞത് എന്റെ അമ്മയുമായിട്ടാണ്. ഈ സ്വാർത്ഥനായ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് നിന്റെ അമ്മ കടന്നു വന്നതോടെ ഇയാള് മനഃപൂർവ്വം എന്നെ എന്റെ അമ്മയെ മറന്നു കളഞ്ഞു. അനാവശ്യം പറയരുത്. മാന്യമായിട്ട് ജീവിക്കുന്ന കുടുംബം ഞങ്ങളുടേത്. വലിയ മാന്യനായിട്ട് നടന്ന ആള് അയാളുടെ തനി നിറം കാണിച്ചു. ഏതായാലും എനിക്ക് സന്തോഷമായി. അവൾക്കൊരു എല്ല് കൂടുതലായിരുന്നു. എന്തായാലും അതിനൊരു തീരുമാനമായല്ലോ. അങ്ങനെയൊന്നും അവൾ അടങ്ങുമെന്ന് നീ കരുതണ്ട. അവളെ നിനക്കറിയാത്തതൊന്നും അല്ലല്ലോ. നീ എന്തൊക്കെയായി വിളിച്ചു പറയുന്നത്? ഞാൻ ബോധമില്ലാതെ പറയല്ലച്ചാ. ഞാനാ ഏറ്റവും വലിയ തെറ്റ് ചെയ്തത്. എന്റെ അച്ഛനെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ തിരിച്ചടി വന്നപ്പോ എനിക്കത് താങ്ങാൻ കഴിയാതായത്. തൽക്കാലം ഈ ഒരു വിഷയത്തിൽ നമ്മൾ എന്ത് ബഹളം വെച്ചിട്ടും കാര്യമില്ല. തന്നെ ഞാനാണ് പറഞ്ഞുവിട്ടെന്ന് മാത്രമേ തൻ്റെ അച്ഛൻ കരുതൂ. എനിക്ക് തോന്നുന്നത് തൻ്റെ അച്ഛൻ മറ്റെന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ട് വന്നിരിക്കുകയാണെന്നാ. അച്ഛൻ എന്ത് പ്ലാൻ ചെയ്യാനാ? തൻ്റെ അച്ഛൻ മനസ്സിൽ പലതും പ്ലാൻ ചെയ്തിട്ടുണ്ടാവുന്ന എനിക്ക് തോന്നുന്നത്. അതിന്റെ ആദ്യത്തെ പടിയാണ് ദീപുവിന്റെ പേരിലേക്കുള്ള സ്വത്ത് കൈമാറ്റം. കാണാമറയത്തെ കാണാ കാഴ്ചകൾ പറയാൻ വസുധ തയ്യാറാകുമോ? സനീഷിന്റെ കുറ്റബോധം മാപ്പർഹിക്കുന്നതോ? കുരുക്കിൽ നിന്നും ഊരാക്കുരുക്കിലേക്കോ, അതോ തെറ്റിൽ നിന്നും ശരിയിലേക്കോ ഈ പോക്ക്? സനീഷിന്റെ പേര് തുടരുന്നത് നമുക്ക് നല്ലതല്ല. ഈ അടിയൊഴുക്കിൽ ആര് പെടും? ത്രസിപ്പിക്കുന്ന കാഴ്ചകളുമായി വസുധ കാണുക തുടർന്നുള്ള ഭാഗങ്ങളിൽ.